എന്തായാലും അവർ രണ്ടുപേരും ഞങ്ങളുടെ സന്താനങ്ങളല്ല എന്ന് പറയാൻ ഒക്കെയല്ലോ. അവർ രണ്ടുപേരും ഞങ്ങളുടെ സന്താനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ജയിക്കണമെന്നും ആഗ്രഹമുണ്ട്. നടക്കുകയല്ലോ. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം അല്ലല്ലോ ഇത്. മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ ആളുകൾ അതിൽ ആരൊക്കെ വിധേയരായപ്പെടുന്നു അവർ വിചാരിച്ചോളൂ ആർക്ക് വോട്ട് ചെയ്യണം വേണ്ട എന്നൊക്കെ ഉള്ളു. ഞങ്ങൾ സഭ എന്ന നിലയ്ക്ക് ഇതിനെ തെരഞ്ഞെടുപ്പായിട്ട് കണക്ട് ചെയ്ത് വിടാറില്ല. ഡോക്ടർ യൂഹാനോൻ മാർ ദിയാസ്കോറോസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. അങ്ങിപ്പോൾ പത്തനംതിട്ടയിലേക്കാണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ 5 മണ്ഡലങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ ആർക്കാണ് എന്നൊരു സംശയം ഏവരിലും ഉയരും. പ്രത്യേകിച്ചും ആറന്മുളയിലൊക്കെ എന്താണ് നിലപാട്? ഓർത്തഡോക്സ് സഭ എന്ന രീതിയിൽ ഒരു വോട്ടുമില്ല. അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണ് നല്ലതെന്ന് നോക്കി 5 മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വിശ്വാസികൾക്ക് അവരുടേതായൊരു വിവേകമുണ്ട്. അവരത് ചെയ്തുകൊള്ളും. അതല്ലാതെ സഭ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം ഇന്നയാൾക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് പറയാറില്ല, ഔദ്യോഗികമായിട്ട് പറയാറില്ല. അതുകൊണ്ട് നാച്ചുറലി വോട്ട് വിശ്വാസികൾ അവരുടെ വിവേകം അനുസരിച്ച് ചെയ്തുകൊള്ളും. ആറന്മുളയാണ് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയാണ്, LDF സ്ഥാനാർത്ഥി വീണ ജോർജ്, രണ്ടുപേരും ഓർത്തഡോക്സ് സഭാംഗങ്ങളാണ്. അപ്പോൾ പൊതുവേ ഒരു എങ്ങനെയായിരിക്കും ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതികരണം എന്നുള്ളത് ഒരു ആകാംക്ഷയാണ്. എന്തായാലും അവർ രണ്ടുപേരും ഞങ്ങളുടെ സന്താനങ്ങളല്ല എന്ന് പറയാൻ ഒക്കെയല്ലോ. അവർ രണ്ടുപേരും ഞങ്ങളുടെ സന്താനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ജയിക്കണമെന്നും ആഗ്രഹമുണ്ട്. നടക്കുകയല്ലോ. അതിൽ ഒരാളെങ്കിലും ജയിച്ചു വരണമെന്നുള്ളതാണ് ആഗ്രഹം. അത്രേ പറയാനുള്ളൂ. അത് സംബന്ധിച്ച് FCRA ബിൽ സംബന്ധിച്ച് അങ്ങ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. ആ ബിൽ പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആശങ്കയിൽ തന്നെയാണോ ഓർത്തഡോക്സ് സഭ? അല്ല, അത് ഓൾറെഡി ആ വിഷയം സഭ പറയാനുള്ളതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. സഭ ആഗ്രഹിക്കുന്നത് അതിനകത്ത് എഴുതിയിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ പുനഃപരിശോധിക്കണം. അത് ഒരു വ്യക്തമായൊരു ചർച്ച നടത്തി ആ ചർച്ചയിലൂടെ ഉരുത്തിരുന്ന കാര്യങ്ങളൂടെ മനസ്സിലാക്കി ബില്ല് അവതരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അതാണ് സഭ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ വിഷയമാണല്ലോ. ഇപ്പോൾ കേരള പൊളിറ്റിക്സിൽ ഈ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം തന്നെയുണ്ട്. അതൊരു വോട്ട് ബാങ്ക് തന്നെയാണ്, അതാർക്കും എതിർക്കാൻ കഴിയില്ല. അപ്പോൾ FCRA എന്ന ഒരു ബില്ലുമായി കേന്ദ്ര സർക്കാർ പോകുമ്പോൾ അത് NDAക്ക് ക്ഷീണമാകുമോ കേരളത്തിൽ? ഈ FCRA ബില്ലും അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതുപോലെ ഉണ്ടാകുന്ന വിഷയങ്ങളൊന്നും ഞങ്ങൾ ഇലക്ഷനുമായിട്ട് കണക്ട് ചെയ്യാറില്ല. കാരണം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം അല്ലല്ലോ ഇത്. മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ ആളുകൾ അതിൽ ആരൊക്കെ വിധേയരായപ്പെടുന്നു അവർ വിചാരിച്ചോളൂ ആർക്ക് വോട്ട് ചെയ്യണം വേണ്ട എന്നൊക്കെ ഉള്ളു. ഞങ്ങൾ സഭ എന്ന നിലയ്ക്ക് ഇതിനെ തെരഞ്ഞെടുപ്പായിട്ട് കണക്ട് ചെയ്ത് വിടാറില്ല. കാരണം നാളെ ഇത് വരുമല്ലോ വിഷയം. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നുള്ളത്. ഓർത്തഡോക്സ് സഭ ആരെയും അങ്ങനെ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകണമെന്ന് പരസ്യമായി പറയുന്നില്ല. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിശ്വാസികൾ വോട്ട് ചെയ്യട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ FCRA ആ ബില്ലുമായി സംബന്ധിച്ചുള്ള ആശങ്കയും അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.